الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ യഥാവിധി സൂക്ഷിച്ച് ജീവിക്കാൻ മുഴുവൻ വിശ്വാസികളോടും വിശ്വാസിനികളോടും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുക. നമുക്കറിയാം, ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പരിശുദ്ധ ഹറമിൽ സമ്മേളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവനമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ട ഹാജിമാരായ നമ്മുടെ സഹോദരന്മാർ അവിടെ ഹജ്ജുകൾ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകി അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നമുക്കും ആ പരിശുദ്ധ ഹറമിലെത്തി ഹജ്ജ് കർമ്മം എന്ന ഏറ്റവും ശ്രേഷ്ഠമായ മഹത്തായ ആ കർമ്മം നിർവഹിക്കുവാനുള്ള തൗഫീക്ക് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഒന്ന്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അതോടൊപ്പം അതിൻ്റെ ശ്രേഷ്ഠത എന്താണ് എന്നുള്ളതാണ്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകം വഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല മക്കയെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, മൻ ഇസ്തതാഅ ഇലൈഹി സബീല, ആർക്കെങ്കിലും അവിടെ എത്തിച്ചേരാനുള്ള കഴിവുണ്ടായിരിക്കെ. എത്തിച്ചേരാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായും ശാരീരികമായും അതുപോലെ തന്നെ വഴിയിലൊരു തടസ്സങ്ങളും ഉണ്ടാവാൻ പാടില്ല. അപ്പം ചില ആളുകൾ സാധാരണ ധരിച്ചു വച്ചിട്ടുള്ളത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, മകളെ കൊടുക്കാനുണ്ടെങ്കിൽ മകളെ കെട്ടിച്ചു വിട്ടതിന് ശേഷം
അല്ലെങ്കിൽ കടങ്ങളൊക്കെ തീർന്നതിന് ശേഷം, അങ്ങനെ ഒരു ബാധ്യതയില്ലാതെ പൂർണ്ണമായി ക്ലിയർ ആയതിനു ശേഷമാണ് ഹജ്ജിന് പോകേണ്ടത്. അപ്പോഴാണ് ഹജ്ജ് ചെയ്യാനുള്ള കഴിവെത്തുള്ളൂ എന്ന് സാധാരണ ധരിച്ചു വെക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഹജ്ജിൻ്റെ മനിസ്തത്താ ഇലൈഹി സബീല എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അതിലില്ല. ശാരീരികമായി ആരോഗ്യം ഉണ്ടാവണം, അതോടൊപ്പം തന്നെ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാവണം. നമ്മൾ അവിടെ എത്തിച്ചേരുന്ന വരെ ഒരു തടസ്സം ഉണ്ടാവരുത്. പിന്നെ സാമ്പത്തികമായി എന്ന് പറയുമ്പോൾ കടങ്ങളില്ലാത്ത മനുഷ്യരില്ല. പക്ഷെ നമ്മളെ കടങ്ങൾ നമുക്ക് കിട്ടാനുള്ള കടവും നമ്മൾക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസയും നമുക്ക് ഇങ്ങോട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ള പൈസ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള പൈസ ഉണ്ടാവും. എന്നാൽ ഇത് രണ്ടും നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടാനുള്ള പൈസയാണ് കൂടുതൽ. എന്നിട്ട് നമുക്ക് അവിടെ എത്തിച്ചേരാനുള്ള പൈസ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കിട്ടും എന്ന് ഉറപ്പുള്ള പൈസ നമ്മളെടുത്ത്, നമുക്ക് ചില ആളുകളിൽ നിന്നുള്ള പൈസ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാണ്. അങ്ങനെ ഇരിക്കെ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കടത്തിൽ മുങ്ങി ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും അല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹജ്ജിന് പോകാം. എന്നിട്ട് ഈ ഒരു അവസ്ഥ എത്തിയിട്ട് ഒരാൾ അതിനെ നീട്ടിക്കൊണ്ടുപോവുക എന്നത് ഒരു തരത്തിലും അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകരിക്കപ്പെടുന്ന വിഷയമല്ല. അതാണ് ഞാൻ ഒരു ആയത്തിൽ പറയുന്നത്. മനിസ്തത്താ ഇലൈഹി സബീല വമൻ കഫറ, ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ, ഹജ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടായിട്ട് ഒരാൾ വെറുതെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. ചെറുപ്പക്കാരായ ആളുകൾ എന്ത് ചെയ്യണം? പ്രായപൂർത്തി എത്തിയാൽ തന്നെ ഒരാൾക്ക് അതിനുള്ള കഴിവുണ്ടായിരിക്കുക, ഞാൻ ഈ പറഞ്ഞ നിബന്ധനകൾ പൂർത്തീകരിക്കാൻ അയാൾക്ക് സാധിക്കുമെങ്കിൽ ഉടനെ തന്നെ ഹജ്ജ് ചെയ്യണം. കൊണ്ടുപോകാൻ പാടില്ല. കാരണം വമൻ കഫറ, ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞത്. അപ്പം എന്താ, ഒരാൾ അങ്ങനെ ചെയ്താൽ അയാൾ കുഫ്റാണ് ചെയ്യുന്നത്. ഹജ്ജ് കർമ്മം മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോയി ജീവിതത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കഴിയാതെ അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ടായിട്ട് മനഃപൂർവ്വം ഹജ്ജ് ചെയ്യാതിരുന്നാൽ അതെന്താണ്? അത് ഏറ്റവും വലിയ കുഫറാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. സൂറത്ത് ആലി ഇമ്രാനിലെ 96. വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അല്ലാഹു നിങ്ങളുടെ എൻ്റെയും നമ്മുടെ ആരുടെയും സഹായം ആവശ്യമില്ലാത്ത വിധം സ്വയം സ്തുത്യർഹനാണ് എന്നാണ് അവിടെ വിശദീകരിക്കുന്നത്. ഇനി ഹജ്ജ് കർമ്മത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ്? ഒരുപാട് ശ്രേഷ്ഠതകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠത കുറേ ഉണ്ട്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദേഹം ഇസ്ലാമിനെതിരെ ഒരുപാട് യുദ്ധം ചെയ്ത ആളാണ്. ഇസ്ലാമിനെതിരെ പട നയിച്ച ആളാണ്. ശിർക്കിന് വേണ്ടി വാദിച്ച ഒരാളാണ്. ശിർക്കിൻ്റെ മാർഗത്തിൽ പ്രവർത്തിച്ച ഒരാൾ. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. അങ്ങനെ അദ്ദേഹം ബൈഅത്ത് ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹിക്ക് കൈ നീട്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൈ നീട്ടിയ ഉടനെ അംർ ഇബ്നു ആസ് കൈ കൊണ്ട് വലിക്കുകയാണ്. കൈ ഉടനെ വലിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അംറേ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്ക് ഒരു നിബന്ധനയുണ്ട്. ആ നിബന്ധന എനിക്ക് പൂർത്തിയാക്കണം. അങ്ങനെയാണെങ്കിലാണ് ബൈഅത്ത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണത്? അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ ശിർക്കിന് വേണ്ടി പണിയെടുത്ത ഒരാളാണ്. ഒരുപാട് തെറ്റ് ചെയ്ത ആളാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനും അനുയായികൾക്കുമെതിരെ യുദ്ധം ചെയ്ത ആളാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പാപങ്ങൾ എല്ലാം പുറത്തു തരണം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 കാര്യങ്ങൾ പ്രവാചകൻ വിശദീകരിക്കുന്നു. അൽ ഹജ്ജ്, അതിൽ 3 കാര്യം പറഞ്ഞാൽ ഒന്നെന്താണ്? അന്നൽ ഇസ്ലാം, ഇസ്ലാം യഹ്ദിമു മാ കാന ഖബ്ല, അതൊരാളുടെ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുന്നു. അപ്പോൾ അംർ ഇബ്നു ആസിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതോട് അംറെ എല്ലാ പാപങ്ങളും പുറത്തു വരും. പിന്നെ 2 കാര്യം കൂടി റസൂലുള്ളാഹി പറയുന്നത്. അതിലൊന്നെന്താണ്? ഹിജ്റ, അൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ല. പിന്നെന്താണ്? അൽ ഹജ്ജു യഹ്ദിമു മാ കാന ഖബ്ല. ഹജ്ജ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മുഴുവൻ പാപങ്ങളും പുറത്ത് അവനെ ശുദ്ധീകരിക്കുകയാണ്.
നമ്മളൊക്കെ ആഗ്രഹിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹജ്ജ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് റജഅക യൗമിൻ വലദതുഹു ഉമ്മുഹു, ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വന്നൊരു കുട്ടിയുടെ അവസ്ഥ എന്താ? ഒരു വിരോധം ആരോടുണ്ടാവില്ല, ഒരു ദുഷിച്ച അവസ്ഥ ഉണ്ടാവില്ല. റജഅക യൗമിൻ വലദതുഹു ഉമ്മുഹു, ഒരു ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ഇറങ്ങിയ കുട്ടിയുടെ അതുപോലത്തെ ഒരു അവസ്ഥ നമുക്കുണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതിനുള്ള പ്രതിഫലം എന്താ? ജസാഉ, അതിനുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ ഹജ്ജിന് പ്രതിഫലമില്ല. ഇങ്ങനെ പറയുന്ന ഒരു കർമ്മം വേറെ ഇല്ല സ്വർഗമല്ലാതെ. ഇപ്പം മാതാവിൻ്റെ ഗർഭാശയത്തിന് പുറത്തു വന്ന അവസ്ഥയിൽ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടാന്ന് പറഞ്ഞാൽ, അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ. ആ അവസ്ഥയിലാണ് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടത്? അള്ളാഹിനെ കണ്ടുമുട്ടേണ്ടത്. ശുദ്ധമായ ഇല്ലാമൻ അത്തല്ലാഹു ബി ഖൽബിൻ സലീം, ശുദ്ധമായ ഹൃദയത്തോടുകൂടി നമുക്ക് ഇവിടുന്ന് മരിച്ചു പോകാൻ സാധിക്കണം. ഹൃദയത്തിൽ അശുദ്ധി ഉണ്ടായിരിക്കുക, മരിച്ചു പോയാൽ ആ അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധ്യമല്ല. അള്ളാഹുവിനെ കണ്ടുമുട്ടണമെങ്കിൽ ഇല്ലാമൻ അത്തല്ലാഹു ബി ഖൽബിൻ സലീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതായിട്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് ശുഅറയിൽ പറയും, വെടിപ്പുള്ള ഹൃദയം. അതിനെന്ത് വേണം? നമ്മൾ എന്ത് ചെയ്യണം? ഹജ്ജ് കർമ്മം, അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. നമ്മൾ ആഗ്രഹിക്കുക, നമ്മളെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, അള്ളാഹു നമ്മളവിടെ എത്തിക്കന്നെ. എന്ത് തടസ്സം ഉണ്ടെങ്കിലും എത്തിക്കും. നമ്മളെ ആത്മാർത്ഥമായ ആഗ്രഹവും പ്രാർത്ഥനയും പരിശ്രമം ഉണ്ടെങ്കിൽ, അത് സാമ്പത്തികം ഉള്ളവരൊന്നല്ല. ഇപ്പം ഈ പ്രാവശ്യം തന്നെ ഹജ്ജിന് എത്രയോ ആളുകൾ അപ്ലൈ ചെയ്ത് അവർക്ക് സാധിച്ചിട്ടില്ല. പല ആളുകൾ ആയിരക്കണക്കിന് അപേക്ഷകൾ തള്ളിപ്പോയി. എന്നിട്ട് അവർ പൈസ ഉള്ള ആളുകളെ പിന്നെ ഈ പ്രൈവറ്റ് അതോറിറ്റിയെ സമീപിച്ചു, അവർക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല. ആയിരക്കണക്കിന് ആളുകൾ. എന്നാൽ വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് പലർക്കും ഹജ്ജിന് പോകാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ്? ആഗ്രഹവും പ്രാർത്ഥന. എനിക്കറിയുന്ന എത്ര ആളുകൾ ഒന്നുമില്ല, അവരടുത്ത് വലിയ സാമ്പത്തികമൊന്നുമില്ല, ജസ്റ്റ് ജീവിതം കഴിഞ്ഞു പോകുന്ന ആളുകളാണ്. പക്ഷേ ഇപ്രാവശ്യം ഹജ്ജിനോടെത്തിയ എത്രയോ ആളുകൾ എനിക്കറിയാം. ആഗ്രഹം, ആ പ്രാർത്ഥന. ഇപ്പം തന്നെ നോക്കൂ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ലിബിയയിൽ നിന്ന് വന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പേര് ഗദ്ദാഫി എന്നുള്ള പേരിനോട് സാമ്യപ്പെട്ടതിൻ്റെ പേരിൽ മറ്റെന്തോ ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഹജ്ജ് ആ എയർപോർട്ടിൽ വെച്ച് തടഞ്ഞു. ഇപ്പോൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണത്. അദ്ദേഹം കയറേണ്ട ഫ്ലൈറ്റ് പൊങ്ങി തിരിച്ച് അതേ എയർപോർട്ടിൽ വീണ്ടും ഇറങ്ങി. ഫ്ലൈറ്റ് അവിടെ വീണ്ടും ഇറങ്ങി ലാൻഡ് ചെയ്യണം, വീണ്ടും പൊങ്ങി വീണ്ടും തിരിച്ച് ലാൻഡ് ചെയ്യണം. എന്താ കാരണം? അയാളെ ആ ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം മാത്രം. അത്ഭുതമാണത്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് അള്ളാഹു. നമ്മളെ ആഗ്രഹവും പ്രാർത്ഥനയും പരിശ്രമവും ഇഖ്ലാസോടുകൂടിയാണെങ്കിൽ, കളങ്കമില്ല എങ്കിൽ, കളങ്കമില്ലാത്ത മനസ്സോടുകൂടി അള്ളാഹുവിനെ സന്ദർശിക്കണമെന്നൊരാൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിക്കും. ആ മനുഷ്യനെ കയറ്റിയതിന് ശേഷമാണ് ആ ഫ്ലൈറ്റ് ശരിക്കാണ് പോയത്. ഹജ്ജ് ചെയ്യാനവിടെ ഇറങ്ങി. ഇനി നോക്കൂ, ഒരാൾ ഹജ്ജ് ചെയ്യുമ്പോൾ ആ ആയത്ത് പറഞ്ഞ സൂറത്ത് ആല ഇംറാൻ 96-ാമത്തെ ആയത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഇന്നവ്വല ബൈത്തി വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. ബക്ക എന്നാണ് പറഞ്ഞത്, മക്ക എന്നല്ല പറഞ്ഞത്. ബക്ക എന്ന് പറഞ്ഞാൽ, ബക്ക എന്ന് പറഞ്ഞാൽ കരയെന്നാണ്. ബക്കത അതായത് കരയുന്ന സ്ഥലം. അവിടെ എത്തിക്കഴിഞ്ഞാൽ കരഞ്ഞു പോകും, പൊട്ടിക്കരഞ്ഞു പോകും. അള്ളാഹുവിനോട് ഹൃദയബന്ധമുള്ള ആളുകൾ, അള്ളാഹുവിനോട് സ്നേഹമുള്ള ആളുകൾ, ഞാൻ എൻ്റെ റബ്ബിലേക്ക് യാത്ര ചെയ്യുന്നവനാണ്, ഞാൻ എൻ്റെ റബ്ബിൽ നിന്ന് യാത്ര ചെയ്തു തുടങ്ങിയതാണ്, എൻ്റെ റബ്ബിലേക്ക് തന്നെയാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഈ ഒരു ബോധവും വിശ്വാസവുമുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ, ആ കഅബാലയത്തെ കാണുമ്പോൾ അവർ പൊട്ടിക്കരഞ്ഞു പോകും. ആ കരച്ചിലാണ് അള്ളാഹ്ക്ക് ആവശ്യം. അങ്ങനെ
അവർ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞ ആ പ്രാർത്ഥനയോടുകൂടി കഴുകണ്, കരഞ്ഞുകൊണ്ട് ആ കണ്ണുനീര് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കഴുകി വൃത്തിയാക്കുകയാണ്. സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്, എൻ്റെ എളാമ ഹജ്ജിന് പോയിട്ടുണ്ട്. അപ്പോൾ ഹജ്ജിന് പോണ കുറച്ച് ദിവസം മുമ്പ് അവിടെ എത്തി ഉംറ ചെയ്തുകൊണ്ടിരിക്കെ ആ കഅബാലയം കണ്ടതോടുകൂടി പൊട്ടിക്കരഞ്ഞ് ആ സന്തോഷം എന്താണെന്നറിയില്ല, ആ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒക്കെ ഒരു ഉച്ചസ്ഥായിയിലെത്തിയ അവസ്ഥ അത് പലർക്കും ഉണ്ടാവും. അങ്ങനെ എളാമക്ക് സ്ട്രോക്ക് വന്നു, ഇപ്പോൾ ICUലാണ്. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. വളരെ ആഗ്രഹത്തോടുകൂടി, വളരെ താല്പര്യത്തോടുകൂടി, അത്ര വലിയ സാമ്പത്തികമൊന്നും ഉണ്ടായിട്ടല്ല, ഒരു മകൻ അതിന് തയ്യാറായി. അപ്പോൾ ആ മകനും അതുപോലെ തന്നെ എളാമാക്കും ഹജ്ജ് നിർവഹിക്കാൻ ആ അറഫയിലെങ്കിലും എത്തിയിട്ട് ഹജ്ജിൻ്റെ ആ പ്രധാനപ്പെട്ട ഭാഗം പൂർത്തീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങൾ പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അതോടൊപ്പം ആരോഗ്യത്തോടുകൂടി, ഇപ്പോഴും ബോധം വന്നിട്ടില്ല, ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞാണ്. അപ്പം അത്രയും ശ്രേഷ്ഠമായൊരവസ്ഥ, കരയും. അള്ളാഹു നമുക്ക് തൗഫീഖ്. മാത്രമല്ല ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്ന രംഗമുണ്ട്. ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്ന ഒരു രംഗം ഇപ്പം നമ്മളിപ്പോൾ നിസ്കരിക്കുകയാണെങ്കിൽ, ജുമാക്ക് ഇരിക്കുകയാണെങ്കിൽ ലോകത്ത് എത്രയോ ആളുകൾ ജുമാക്ക് ഇരിക്കുന്നുണ്ട്, എത്ര ആളുകൾ നമസ്കരിക്കുന്നുണ്ട്, എത്ര ആളുകൾ ദിക്ർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്ന ഒരു രംഗം, അത് ഹജ്ജ് ചെയ്യുന്ന വേളയിൽ, ഹജ്ജിൻ്റെ ആ മൂർധന്യമായിട്ടുള്ള അവസ്ഥയിൽ, പ്രത്യേകിച്ച് ദുൽഹിജ്ജയുടെ ശ്രേഷ്ഠമായ ദിനങ്ങളിൽ, ഹജ്ജിൻ്റെ സന്ദർഭങ്ങളിൽ ആ ഹജറുൽ അസ്വദിനെ ചുംബിക്കുക. കമാ സഫഹല്ലാഹു, അള്ളാഹുവുമായി മുസാഫാത്ത് ചെയ്യുന്നത് പോലെ, അള്ളാഹുവിന് കൈ കൊടുക്കുന്ന പോലെ, ഇത്ര ശ്രേഷ്ഠകരമായൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇതിൻ്റെ ശ്രേഷ്ഠതയും ഗൗരവമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ അറിവിൽപ്പെട്ട ആളുകളുണ്ടാവും, ഹജ്ജ് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ, അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം അതിൻ്റെ ഗൗരവം അവർക്ക്. കാരണം മനപ്പുറം ഹജ്ജ് ചെയ്യാതിരുന്നാൽ ഒമൻ കഫറ, അത് കുഫ്രാണ്. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, ആഗ്രഹിക്കുക. എത്ര പാവങ്ങളാണെന്നറിയൂ, അവരാഗ്രഹിച്ചതിന് ഇവർ അള്ളാഹുവോട് എത്തിച്ചു കൊടുത്താണ്. അതുകൊണ്ട് ആഗ്രഹിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് തെറ്റിദ്ധാരണകളും യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കണം. അതിലൊന്ന്, ഈ ഹജ്ജ് ചെയ്യാൻ പോണ സമയത്ത് ആളുകൾ കാണാൻ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, എല്ലായിടത്തും വന്നിട്ട് യാത്ര പറയും, ഞാൻ ഹജ്ജിന് പോവുകയാണ്, പൊരുത്തപ്പെടണം, ഹജ്ജിന് പോവുകയാണ്, പൊരുത്തപ്പെടണം, വീടാന്തരം കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് പറയുന്ന രീതി സത്യത്തിൽ ഇതില്ല. അതുപോലെ തന്നെ ഹജ്ജിന് പോകുമ്പോൾ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്, പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, ഇവിടെ ഉണ്ടോയെന്നറിയില്ല, ഹജ്ജിന് പോകുമ്പോൾ വലിയ പരിപാടികൾ വെക്കുകയാണ്, ഭയങ്കര ഭക്ഷണത്തിൻ്റെ പരിപാടികൾ. അപ്പം സത്യത്തിൽ ഇതൊന്നും ഹജ്ജുമായിട്ടൊരു ബന്ധമില്ല. ഹജ്ജുമായിട്ട് പിന്നെ പൊരുത്തപ്പെടിപ്പിക്കുക, ഈ പൊരുത്തപ്പെടിപ്പിക്കുക, എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, ഇതൊന്നും ഹജ്ജുമായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട അമല് എന്ന് പറഞ്ഞാൽ ഉമ്മുൽ അമാല്, അത് നമസ്കാരമാണ്. നമസ്കരിക്കാൻ നേരത്ത് നമ്മൾ എല്ലാ ഭക്തരും ആരോടെങ്കിലും പോയി ചോദിക്കല്ലോ, ഞാൻ നമസ്കരിക്കാൻ പോവുകയാണ്, പൊരുത്തപ്പെട്ടിരണം എന്ന് ആരോടും നമ്മൾ പറയാറുണ്ട്. അപ്പം ഹജ്ജിന് പ്രത്യേകമായി അങ്ങനെ ഒരു പരിപാടി ഇല്ല. ആളുകളോട് പോയി സമ്മതം ചോദിക്കലും, ഞാൻ ഹജ്ജിന് പോകണമെന്ന് അറിയിക്കാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. അപ്പം സ്വാഭാവികമായിട്ടും പൊരുത്തപ്പെടിക്കൽ, അതിലെന്താ തെറ്റൊന്നുമില്ല ഇതിൽ. പക്ഷെ എല്ലാ ദിവസവും ചെയ്യേണ്ട, നമ്മൾ ഒരു ദിവസം എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണത്. എന്ത്? മറ്റുള്ളവരോട് പൊരുത്തപ്പെടിപ്പിക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, റസൂലുള്ളാഹിന്റെ മനസ്സിൽ ഉറങ്ങാൻ നേരത്ത് ഒരാളോട് ഒരു വെറുപ്പില്ല, വിരോധമില്ല. നമ്മളെ മനസ്സും അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഒരു ദിവസം ഉറങ്ങി പിറ്റേന്ന് നമ്മൾ ആ ഉറക്കത്തിൽ മരിക്കുമെന്ന് നമുക്കൊരു ഉറപ്പില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആരോടൊക്കെ ഇടപെട്ടോ അവരോടൊക്കെ പൊരുത്തപ്പെട്ടിട്ടുണ്ടെന്ന് പറയണം. അത് എല്ലാ ദിവസവും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കേണ്ട ഒരു വിശ്വാസം ചെയ്യേണ്ട ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ
സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഇന്നാണെങ്കിൽ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് പരമാവധി നമ്മൾ പരിശ്രമിക്കണം സാമ്പത്തിക ഇടപാടുകൾ തീർക്കാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ഹജ്ജിന് പോകുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വരുള്ളൂ. യാത്രയിൽ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റൂല. അപ്പൊ അതിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, പൊരുത്തപ്പെടാൻ എന്ന് പറയാ, പൊരുത്തപ്പെട്ടിട്ടുണ്ടെന്ന് പറയാ. പിന്നെ സാമ്പത്തിക ഇടപാട് പരമാവധി തീർക്കുക, യാത്ര പറയുക, ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഹജ്ജിലേക്ക് ഇത് ബന്ധപ്പെടുത്തേണ്ടതില്ല. ഹജ്ജ് എന്ന കർമ്മവുമായിട്ട് ഇതിന് പ്രത്യേക ബന്ധമൊന്നുമില്ല. അറിയിക്കാതെ ഞാനിങ്ങനെ ഒരു യാത്ര പോകുന്നുണ്ട്, നമ്മളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ അതാണ് നല്ലത്. ഹജ്ജ് എന്നല്ല ഒരു കർമ്മവും അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് നാട്ടുകാരെ കാണിച്ച് എല്ലാവരും അറിയിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കർമ്മമല്ല എന്ന് സ്വാഭാവികമായിട്ടും പറഞ്ഞാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റ് എന്നല്ല, ഹജ്ജുമായിട്ട് ഇതിനെന്ത് ചെയ്യേണ്ടത്, ബന്ധപ്പെടുത്തേണ്ടതില്ല. എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് നമ്മൾ സാധാരണ ഹജ്ജിൻ്റെ സന്ദർഭങ്ങളിൽ ചെയ്യുന്നത്. ആ കാര്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് മർമ്മം. ഒരാള് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന കുഞ്ഞിനെ പോലെ തിരിച്ചു വരും. എപ്പോൾ? ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, മാതാവിൻ്റെ ഒരു ഉദരത്തിൽ നിന്ന് വന്ന കുഞ്ഞിനെ പോലെയുള്ള ഒരാൾ, അങ്ങനെ ഒരാൾ ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്നാൽ ആ ഒരു അവസ്ഥയിലെത്തിയ ഒരാൾക്ക് പിന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ സാധിക്കുമോ? നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ മതി. ഒരു കുട്ടി, ചെറിയ കുഞ്ഞിന് എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ പറ്റുമോ? ആരോടെങ്കിലും അസൂയുണ്ടോ? എന്തെങ്കിലും ദുന്യവിയായിട്ടുള്ള ആർത്തി, അതുപോലെ തന്നെ തെറ്റായ ചിന്തകൾ, താല്പര്യങ്ങൾ, ഇതൊന്നും ഒരു ചെറിയ കുഞ്ഞിനില്ല. ശുദ്ധമായ ഹൃദയമാണ്. ഇതുപോലെ ആകണം, ഇതുപോലെ ആവും എന്നാണ് പറയുന്നത്. റജഅകയൗമിൻ വലദതുഹു, ഇതുപോലെയാകും ഒരാൾ ഹജ്ജ് ചെയ്ത് മടങ്ങിയത്. പക്ഷെ അങ്ങനെ നമ്മൾ കാണുന്നില്ല നമ്മുടെ സമൂഹത്തിൽ. ഹജ്ജ് ചെയ്തു വന്ന ആളുകളാണ് നമ്മളൊക്കെ, ഞാനൊക്കെ കണ്ട പല ആളുകളും ഏറ്റവും വലിയ കുതിരകളായി മാറുന്നത് ഹജ്ജ് കഴിഞ്ഞ് വന്നതിന് ശേഷം. ആകെ അലമ്പുണ്ടാക്കുകയാണ്. അപ്പൊ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ അവരുടെ ഹജ്ജ് സ്വീകരിക്കപ്പെടുന്ന ഹജ്ജുൽ മബ്രൂർ എന്നതിലേക്ക് എത്തിയിട്ടില്ല. ഹജ്ജുൽ മബ്രൂർ എന്ന അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്താ? ഏറ്റവും എളുപ്പമുള്ളൊരു പരിപാടിയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. നമസ്കാരം പോലെയും കൂടിയല്ല, അത്രക്കും എളുപ്പമാണ്. ദിവസങ്ങളുണ്ട് എന്ന് നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ ഹജ്ജിന്റെ കർമ്മങ്ങൾ സത്യത്തിൽ വളരെ എളുപ്പമാണ്. നമ്മൾ കല്ലെറിയൽ മുതൽ തവാഫ് മുതൽ സഅയ് മുതൽ ഓരോ കാര്യങ്ങൾ, മുസ്ദലിഫിൽ താമസിക്കുന്നത്, മിനയിൽ താമസിക്കുന്നത്, ഇങ്ങനെ അറഫ, ഇതൊക്കെ പരിശോധിച്ചാൽ ഹജ്ജിന്റെ മർമ്മം എന്ന് പറയാൻ ഇതൊന്നുമല്ല. ഹജ്ജ് എന്ന് പറയാൻ എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അൽ ഹജ്ജു അൽ അറഫ. അറഫയിൽ വെറുതെ ഒരാൾ കിടന്നുറങ്ങി, ബോധമില്ലാതെ കിടന്നുറങ്ങി, അയാൾക്ക് ഹജ്ജ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഹജ്ജിൽ എന്തുള്ളത്? ഹജ്ജിന്റെ കർമ്മം എന്താ? ഹജ്ജിന്റെ കർമ്മം എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യുന്ന ഒരാള് ഹാജി എന്ന് പേരെടുക്കാനല്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇബ്രാഹിമി മില്ലത്തിലായിക്കൊണ്ട് തിരിച്ചു വരണം. ഇബ്രാഹിമി മില്ലത്ത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, മഹദിയായ ഹാജറ ബീവി, മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവർ പഠിപ്പിച്ച മഹത്തായ ആദർശങ്ങൾ, അവരുടെ ജീവിത ദർശനങ്ങൾ, ഇബ്രാഹിമിനെയും ഹാജറയെയും അതുപോലെ തന്നെ ഇസ്മായിലിനെയും ഉൾക്കൊള്ളാൻ നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു പുതിയ ഇബ്രാഹിമായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം, ഒരു പുതിയ ഇസ്മായിലായി മാറാൻ സാധിക്കണം, ഒരു പുതിയ ഹാജറായി മാറാൻ നമുക്ക് സാധിക്കണം. ഹജ്ജിന് വരുമ്പോൾ, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്താണ് നിങ്ങൾ കൊണ്ടുവന്നത്? ഈത്തപ്പഴം കൊണ്ടുവന്നോ? അവിടുത്തെ കാരക്ക് കൊണ്ടുവന്നോ? അതല്ലെങ്കിൽ മറ്റ് അവിടുന്ന് സംസം വെള്ളം കൊണ്ടുവന്നോ? ഇതൊന്നും കൊണ്ടുവന്നാലും ഒരു കുഴപ്പമില്ല, കൊണ്ടുവന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇബ്രാഹിമിനെ കൊണ്ടുവരണം. ആ ഹജ്ജിന്റെ വേളയിൽ, ആ ഹജ്ജിന്റെ ഓരോ രംഗങ്ങളും മഹദിയായ ഹാജറ ബിബി, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ, സഫയും മർവയും അള്ളാഹുവിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. 3 ദിവസം കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറ ബിബി അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോവാണ്.
ഒരൽപ്പം തോൽപാത്രത്തിൽ ഒരൽപ്പം ഈത്തപ്പഴം, ഒരൽപ്പം വെള്ളം. 3 ദിവസം കഴിഞ്ഞപ്പോൾ പൈതൽ ഇങ്ങനെ ഇരിക്കണം, കൈകാലിട്ടടിക്കുന്ന പൈതൽ. ഭൂമിയിൽ ആരുമില്ല. ആ മരുഭൂമിയിൽ ഒരു പുൽനാമ്പ് പോലും മുളക്കാത്ത ആ മരുഭൂമിയിൽ ഒരു മഹദിയായ നമ്മുടെ ഉമ്മ ഹാജറ ബീവിയോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ മുലപ്പാൽ പറ്റി, വെള്ളം തീർന്നു, കുട്ടി കൈകാലിട്ടടിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ ഓടുകയാണ് അപ്പുറത്ത് കന്ന് 2 കുന്നുകൾക്കിടയിൽ. ആ ഓട്ടം, ആ ഓട്ടത്തെ, ആ ഇരുത്തത്തെ, ആ ഒറ്റക്കിരുന്ന ഇരുത്തത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്താണ് അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത്, ഞങ്ങൾ ഇവിടെ ആക്കിയിട്ട്? മിണ്ടിയില്ല. വീണ്ടും ചോദിച്ചു. 3 ചോദിച്ചു മറുപടി പറഞ്ഞില്ല. അവരെ നോക്കാൻ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് സാധിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ? അതെ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. എങ്കിൽ താങ്കൾക്ക് പോകാം, അള്ളാഹു ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളു. ഈ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ തവക്കുൽ ചെയ്യാൻ പഠിപ്പിക്കുന്ന, അതാണ് സഅയ്. അല്ലാതെ സഅയ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഓടിയോണ്ട് ഇപ്പം എന്താ കിട്ടാനുള്ളത്? ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മുഴുവനും ഇബ്രാഹിമി കുടുംബത്തെ, ഇബ്രാഹിമി ആദർശത്തെ, തൗഹീദിന്റെ, തവക്കുലിന്റെ, ത്യാഗത്തിന്റെ, പ്രാർത്ഥനയുടെ ആദർശത്തെ ജീവിതത്തിൽ സ്വീകരിക്കുകയും ആ ശിർക്കിനെതിരെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ പോരാട്ടം ജീവിതത്തിൽ അത് ഭാഗവാക്കാക്കുകയും ഓരോ നാടുകളിലേക്ക് ഹാജിമാർ തിരിച്ചെത്തുമ്പോൾ ഓരോ ഇബ്രാഹിമും ഹാജറയും ഇസ്മായിലുമായി മാറി ലോകത്തിന് വെളിച്ചം പകർന്നു കൊടുക്കാൻ ഹജ്ജിന്റെ കർമ്മങ്ങളിലൂടെ സാധിക്കുമ്പോഴാണ് ഹജ്ജിലൂടെ പരിവർത്തനം ഉണ്ടാവുകയുള്ളൂ, ലോകത്ത് വിപ്ലവങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഞാൻ ഓതി വെച്ച ആയത്ത് നോക്കൂ. ഇബ്രാഹിമിന് നാം ആ സ്ഥാനം നിർണയിച്ചു കൊടുത്ത സന്ദർഭം, മക്കാനൽ ബൈത അല്ലാ തുശ്രിക് ബി ശൈആ. ഈ സ്ഥാനം നിർവഹിച്ചു കൊടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമുമായി ഉണ്ടാക്കിയ കണ്ടീഷൻ ഒരൊറ്റ കണ്ടീഷനാണ്, അല്ലാ തുശ്രിക് ബി ശൈആ, എന്നിൽ നീ ആരെയും പങ്കു ചേർക്കരുത്. ഹജ്ജിന്റെ മർമ്മം അതാണ്. ഹജ്ജിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആ അള്ളാഹു മാത്രമാണ്. ആ അള്ളാഹുവിനെ കൊണ്ടാണ് എല്ലാം സാധിക്കുള്ളൂ. എനിക്കൊണ്ട് എന്തെങ്കിലും സാധിക്കുമെന്ന ചിന്ത പോലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ഒരു ചിന്തയാണത്. അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുകയും അള്ളാഹു അല്ലാത്തവർക്ക് ബലിയും നേർച്ചയും വഴിപാടുകളും ഇബാദത്തിന് അംശങ്ങളും അർപ്പിക്കലും മാത്രമല്ല, അതെല്ലാം ശിർക്കിന്റെ ഇനങ്ങളാണ്. അതല്ലാതെ തന്നെ നമുക്ക് തോന്നും ഞാൻ എന്തൊക്കെയോ ആണ്, ഞാൻ വിചാരിച്ച എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും, അല്ലെ ഞങ്ങൾ വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന ചിന്തയുടെ ലാഞ്ചന പോലുമില്ല. ഒരു മനുഷ്യന്റെ പൂർണ്ണമായ സമർപ്പണവും പൂർണ്ണമായ അബദിയത്ത് എന്ന് പറഞ്ഞാൽ ഒന്നിനും എനിക്കൊരു വിവരവുമില്ല, എനിക്കൊന്നിനും സാധ്യമല്ല, എന്നെ കൊണ്ടൊന്നും സാധ്യമല്ല, ഇത് പഠിപ്പിക്കലാണ് ഹജ്ജ്. ഇതാണ് യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ മർമ്മം. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭവനം നിർമ്മിച്ചപ്പോൾ നമസ്കരിക്കാൻ വേണ്ടി വരുന്ന നിന്നും ഇരുന്നും അതുപോലെ തന്നെ നിന്നുകൊണ്ടും സുജൂദിലായിക്കൊണ്ടും റുക്കൂയിലായിക്കൊണ്ടും നമസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നീ ഇത് ശുദ്ധീകരിച്ചു വെക്കുക ഈ ഭവനത്തെ. എന്നിട്ട് പറയണം വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളെ ബിൽ ഹജ്ജി, ഹജ്ജിലേക്ക്, ഹജ്ജ് കൊണ്ട്, അതായത് ഹജ്ജ് ചെയ്യാൻ ജനങ്ങളോട് നീ വിളംബരം ചെയ്യുക. ജനങ്ങളോട് വിളംബരം ചെയ്യാനാ പറയും. ഒരു മനുഷ്യൻ ഇങ്ങനെ നിന്നിട്ട് ഒരു മകൻ, ഒരു ബാപ്പയും മോനും കഅബാലയം പടുത്തുയർത്താണ്. അല്ലാഹു സുബ്ഹാനഹു തആല ലോകത്ത് ഇത്ര ശ്രേഷ്ഠമായ ഒരു കർമ്മം ഈ വാപ്പയും മോനെയും തിരഞ്ഞെടുക്കുകയാണ് അള്ളാഹു. ആ കർമ്മം നിർവഹിച്ചിട്ട് ഹജ്ജിന് വിളംബരം ചെയ്യാൻ പറഞ്ഞു. വിളംബരം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ആരാ ഉള്ളത്? ഒരു മനുഷ്യനില്ല. അന്ന് ഈ ഇബ്രാഹിമും ഈ ഇസ്മായിലും അതുപോലെ തന്നെ എണ്ണിയാലൊടുങ്ങുന്ന ചില ആളുകളല്ലാതെ വേറെ ആരുമില്ല. അപ്പൊ അള്ളാഹ് പറയാണ് വിളംബരം ചെയ്തു. ആ വിളംബരം അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ് വദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി
യഅതൂക ബിരിജാലിൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. മലമ്പാതകൾ താണ്ടി വ്യത്യസ്ത പ്രദേശങ്ങളിലൂടെ നടന്നുകൊണ്ടും ഒട്ടകത്തിൽ കയറിക്കൊണ്ടും ജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ലോകത്തിന്റെ ദൃഷ്ടാന്താണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ എന്തെങ്കിലും നടക്കൂ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്നുകൊണ്ട് മരുഭൂമിയിൽ നിന്നുകൊണ്ട് ജനങ്ങളോട് വിളംബരം ചെയ്യുമ്പോൾ ആരെങ്കിലും ഇത് കേൾക്കാനുണ്ടോ? ഇല്ല. ഇത് കേൾപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. മനുഷ്യനായ നമ്മളെ കൊണ്ടൊന്നും സാധ്യമല്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അത് വിളംബരം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇന്നും അതാണ് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ ഫീഹി ആയാതും ബയ്യിനാത്ത്. അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ലോകത്തുള്ള മനുഷ്യർക്ക് ദൃഷ്ടാന്തമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം, ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം, അള്ളാഹുവിന്റെ ഏകത്വത്തെ, അള്ളാഹുവിന്റെ കുദ്റത്തിനെ, അവന്റെ കഴിവിനെ കാണാൻ എങ്ങോട്ടും നോക്കണ്ട, കഅബാലയത്തിലേക്ക് നോക്കിയാൽ മതി. TV തുറന്നു വെച്ചിട്ട് നമ്മൾ ന്യൂസ് നോക്കുമ്പോൾ ആ കഅബാലയത്തിൽ പരിശുദ്ധ ഹറമിൽ നടക്കുന്ന ഹജ്ജ് കർമ്മങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകളിലേക്ക് ഈമാനിന്റെ ആ പ്രഭ കയറി വരികയാണ്. കാരണം അത് ദൃഷ്ടാന്തമാണ്. ആർക്കും നിഷേധിക്കാനാവാത്ത ദൃഷ്ടാന്തം സംസം. ആർക്കും നിഷേധിക്കാനാവാത്ത ദൃഷ്ടാന്തം. എത്രമാത്രം നിഷേധിച്ചാലും എത്ര നിഷേധിച്ചു തള്ളിയാലും ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഇസ്ലാമിന്റെ ഖുർആനിന്റെ ശത്രുക്കൾ എങ്ങനെയൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും ലോകത്ത് അള്ളാഹു നിലനിർത്തിയ അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ ദൃഷ്ടാന്തം അതാണ് പരിശുദ്ധ കർമ്മം ഹജ്ജ്. ഇനി ഹജ്ജ് കർമ്മത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഹജ്ജ് കർമ്മത്തിന് ഓരോ ഇതിലും ഇബ്രാഹിമി സ്മരണ, ഹാജറയുടെ സ്മരണ, മഹദിയായ നമ്മുടെ ഉമ്മ ഹാജറയുടെ സ്മരണ, മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്മരണ, ഇത് നിറഞ്ഞു നിൽക്കുന്ന ഹജ്ജിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഹാജറാ ബീവിയെ തവസ്സുലാക്കിക്കൊണ്ട് ഹാജറാ ബീവിയെ ഹഖ്ഖ ബർക്കത്തുകൊണ്ട് എന്നൊരു പ്രാർത്ഥനയുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇസ്തിഗാസ നടത്തുന്നുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടോ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടോ അല്ലെങ്കിൽ ഹാജറാ ബീവിയോടോ ഇസ്തിഗാസ നടത്തുന്നില്ല. അതുപോലെ തന്നെ അവരുടെ ഹഖ്ഖ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പാപങ്ങൾ പുറത്തിരണ്ടേ എന്ന് പറയുന്നില്ല. അവിടെ നടത്തുന്ന ആ തൽബിയത്തിൽ പൂർണ്ണമായും നിൽക്കുന്നത് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നിന്നോടാണ് ഞങ്ങൾക്ക് പൊറുക്കലിനെ തേടാനുള്ളത്. ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് എന്റെ കഴിവ് കൊണ്ടല്ല, അള്ളാഹുവേ നിന്റെ കുദറത്ത് കൊണ്ടും നിന്റെ മഹത്തായ ഔദാര്യം കൊണ്ടുമാണ് ഇവിടെ എത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന് ഓരോ മനുഷ്യനെയും വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന ഹജ്ജിന്റെ കർമ്മങ്ങളിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് തൗഹീദ് മാത്രമാണ്. ആ തൗഹീദ് ഉൾക്കൊള്ളുകയും ആ തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ആ കഅബാലയം പടുത്തുയർത്തിയിട്ട് അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയുണ്ട്. എന്താണ് പ്രാർത്ഥന? ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത് വ ഇസ്മാഈല റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആ പ്രാർത്ഥന നടത്തിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും മകൻ ഇസ്മായിലിന്റെയും ജീവിതത്തിന്റെ ആ മഹത്തായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുക. മഖാം ഇബ്രാഹിമില്ല, അവിടെ ആ വാപ്പ മകന് കല്ലെടുത്ത് കൊടുക്കുകയാണ്. മകൻ വാപ്പാക്ക് കല്ലെടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഇളകിപ്പോവാതിരിക്കാൻ വേണ്ടി ആ കല്ലിൽ ചെറിയ തുള പോലെ ഇടുന്നുണ്ട്, ഇളകിപ്പോവാതിരിക്കാൻ. ഇബ്രാഹിമിന്റെ ആ മുസല്ല, ആ മഖാം ഇബ്രാഹിമിൽ നിങ്ങൾ പോയി നമസ്കരിക്കുക. എന്താണ് മഖാം ഇബ്രാഹിമിനെ ഉൾക്കൊള്ളാൻ സാധിക്കണം? ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും നിരന്തരമായി ബാധിച്ചപ്പോഴും, ആരൊക്കെ ഒറ്റപ്പെടുത്തിയപ്പോഴും, എല്ലാവരും അട്ടിപ്പായിച്ചപ്പോഴും, തിജ്വാലയിലേക്ക് എറിയപ്പെട്ടപ്പോഴും, എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങൾ, കഠിനമായ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉടനീളമായി നിരന്തരമായി കടന്നു വന്നപ്പോഴും ഉറച്ചു നിൽക്കുകയായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും കുടുംബവും അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ വഴിയിൽ. അതാണ് ഹജ്ജ് നൽകുന്ന സന്ദേശം. ആ രീതിയിലുള്ള ഹജ്ജ് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വെറുതെ പോയൊരു ഹജ്ജ് ചെയ്ത് വരിക എന്നത് ഏറ്റവും വലിയ വിനാശകരമായ കാര്യമാണ്. മറിച്ച് ഹജ്ജുൽ മബ്രൂർ, ഈ പറഞ്ഞ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കുടുംബത്തെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള, ഇബ്രാഹിമും ഹാജറയും ഇസ്മായിലുമായി തിരിച്ചു വരുന്ന
ആ രീതിയിലുള്ള ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കുക എന്നാൽ ഏറ്റവും മഹത്തായ ഭാഗ്യമാണ്. അത്തരത്തിലുള്ള ഹജ്ജ് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അത്തരത്തിലുള്ളൊരു ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും അത്തരത്തിലുള്ള ഹജ്ജ് നിർവഹിക്കാനും പുതിയ ഇബ്രാഹീമും ഇസ്മായിലും പുതിയ മുഹമ്മദുമായി കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാജ്യത്ത്, സമൂഹത്തെ, ലോകത്ത് നന്മയുടെ തൗഹീദിന്റെ യഥാർത്ഥമായ വെളിച്ചം പകർന്നു കൊടുക്കുവാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ തലമുറകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു വസ്സലാമു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദുൽഹിജ്ജ മാസം, അതിൻ്റെ ശ്രേഷ്ഠത എന്താണ് എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയാണ്. അഫ്ദുൽ അയ്യാമുദ് ദുനിയ അയ്യാമുൽ അസ്ർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ ദുനിയാവിൽ രാത്രി റമളാനിൻ്റെ അവസാനത്തെ 10 പ്രത്യേകിച്ച് ഒറ്റൊറ്റ രാവുകളാണ്. പക്ഷേ പകലിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നത്. നമ്മൾ അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളെ കഴിവിൻ്റെ പരമാവധി അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ ദിവസങ്ങളെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ പെടും? നമസ്കാരം അതിൽ പെടുന്നു. അപ്പോൾ സുന്നത്ത് നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ ഖുർആൻ പാരായണം, അള്ളാഹുവിൻ്റെ ദിക്റിൽ, തൗബയിൽ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടൽ, ഇങ്ങനെയുള്ള ആരാധനാകർമ്മങ്ങൾ മാത്രമല്ല, മഹാന്മാരായ പ്രവാചകന്മാർ കാണിച്ചു തന്ന മറ്റനേകം നന്മകൾ, പാവങ്ങളെ സഹായിക്കൽ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടൽ, ഇങ്ങനെ എന്തെല്ലാം നന്മകളുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യുക. പരമാവധി തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക, പരമാവധി അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. കാരണം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസങ്ങൾ, അതിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസമാണ് യൗമു അറഫ, അറഫാ ദിവസം. അറഫാ ദിവസത്തിലെ നോമ്പ്, ആ നോമ്പിനെ സംബന്ധിച്ച് യുകഫിറു സനത്തൽ മാളി വൽ ബാഖിയ, ഒരു വർഷത്തെ മുമ്പത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ പുറത്തു തരുന്ന, ഇബ്ലീസിനെ, പിശാചിനെ ഏറ്റവും വെറുപ്പുള്ള ദിവസം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം അറഫാ ദിവസം. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ദിവസങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയും അറഫാ നോമ്പ് നമ്മളെല്ലാവരും, ആരോഗ്യമുള്ള എല്ലാവരും എന്ത് ചെയ്യുക? അറഫാ നോമ്പ് അനുഷ്ഠിക്കുകയും കൂടുതൽ പ്രാർത്ഥനയിലും മറ്റും നമ്മൾ സജീവമാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും മുന്നേറാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയും സംഭവിച്ച വീഴ്ചകളും കുറ്റങ്ങളും കുറവുകളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ മാതാപിതാക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി ഔദാര്യം ചെയ്യുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സബറും ഈമാനികമായ കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൺകുളിർമയുള്ള വിജയം വിശ്വാസി സമൂഹത്തിന് നൽകി അള്ളാഹു വിശ്വാസികളോട് ഔദാര്യം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസി സമൂഹത്തിന് ഉഹ്റവിയായ ആലിമീങ്ങളെ നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തെ സുദൃഢമായ ഐക്യത്തിലാക്കി മുന്നേറാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ശാരീരികമായി, മാനസികമായി, കുടുംബപരമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിലുള്ള ഹജ്ജുൽ മബ്രൂർ നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിനു വേണ്ടി പുറപ്പെട്ട ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. അവർക്കെല്ലാം മബ്രൂറായ ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു ഔദാര്യം ചെയ്യുമാറാകട്ടെ. ഹജ്ജിനു വേണ്ടി പോയി പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട്. അവരുടെ എല്ലാം, പ്രത്യേകിച്ച് എൻ്റെ അളാമ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം പ്രയാസങ്ങൾ, ശാരീരികമായ അസ്വസ്ഥതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔദാര്യം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനായി, മുത്തഖിയായി, മുഹ്സിനായി ഈ ഭൂമിയിൽ ജീവിക്കാൻ, അങ്ങനെ വിട പറയാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന്, വിചാരണക്കെടുതിയിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവസാനം സ്വർഗ്ഗലോകത്ത് സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.